ഇടിയിറച്ചി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? കഴിച്ച് നോക്കിയാൽ പിന്നെ ഇത് വിടില്ല. പിന്നെ ഇറച്ചി കിട്ടിയാൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുരുമുളകും പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബീഫ് വെന്ത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കട്ടോ. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത്, ബീഫ് മസാല ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പച്ചമണം മാറിയതിന് ശേഷം ബീഫ് ഇട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ചില്ലി ഫ്ലേക്സും അതുപോലെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ഇടിയിറച്ചിയുടെ റെഡി ആയിട്ടുണ്ട്.